ഹായ് ഓൾ, ഇന്ന് വൈകുന്നേരം ചായൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ കടല കുറിക്കാമെന്ന് പറഞ്ഞ് സസ്പെൻസ് ഇട്ട് കൂടെ പിടിച്ചിരുത്തി ചെയ്യിപ്പിച്ച പണിയാണിത്. ഇപ്പോൾ കടല തൊണ്ടെല്ലാം പോക്കി ഏകദേശം ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് ആ സ്പെഷ്യൽ കടല, എന്താണ് അതിലിടുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ കുറേ നേരമായി നിൽക്കുന്നത്. പക്ഷെ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടാക്കുമ്പോൾ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ചൂടായ എണ്ണച്ചട്ടിയിൽ ഇപ്പോൾ തൊലിച്ച് വെച്ച കടലയെല്ലാം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിലാണ് ഈ കടല വറുത്തെടുക്കുന്നത്. അപ്പോൾ തീ ഒരുപാട് ഹീറ്റിലിടാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ കടല ഏകദേശം ഈ ഒരു പരിവായാൽ പിന്നെ അത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. ഇങ്ങനെ ബാക്കിയുള്ള കടലെല്ലാം കൂടെ വറുത്തെടുക്കണം. ശ്രദ്ധിച്ചത്. ഇനി ഈ വറുത്ത് മാറ്റി വെച്ച കടലിലേക്ക് കുറച്ച് ഉപ്പ് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടാൽ മതി. പീടികയിൽ വാങ്ങുന്ന ഇതെന്ത് നമ്മളെ ബീച്ചിൽ കിട്ടുന്ന കടലല്ലേ ഇതോ? ഇനിയാണ് അത്രയും ഹൈപ്പ് എന്നത്. ഞാൻ അതല്ലേ ചോദിച്ചേ. ഇങ്ങനെ ബീച്ചിൽ നിന്ന് കിട്ടും ഇതുപോലെ? ഞാൻ ബീച്ചിൽ നീ കടല വാങ്ങൂല. ഈ പത്തിരി എടുത്ത് കഴിച്ചു നോക്ക്. എത്തിരി വായ കൊള്ളാരോ. നോക്കട്ടെ, ഒന്നെടുത്ത കുഴപ്പമില്ല, വലിയതില്ല, കുഴപ്പമില്ല. ഇതിപ്പോ വെറുതെ ചൂടാക്കി കഴിച്ചാൽ മതി. അതിനൊക്കെ ടേസ്റ്റ് ആയണേ. എന്നാ പിന്നെ അങ്ങനെ കഴിച്ചു. എന്താ ഇതൊരു പാളിപ്പോയ പരീക്ഷണം. കൊള്ളൂല. ഇല്ലേ, വേണ്ട. ആ കടലൊക്കെ നശിപ്പിച്ച്. പിന്നെ നീ കഴിച്ചു നോക്ക്. ഞാൻ കഴിച്ചു നോക്കിട്ടായിരുന്നു, ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് നേരത്തെ അറിഞ്ഞിനെങ്കിൽ ഞാൻ വല്ല ഗെയിം കളിക്കായിരുന്നു. കഴിച്ചോ. മാവില് മുക്കിയിടണം. ഇനി മാവില് മുക്കിയിടാനൊന്നും ഇല്ലല്ലോ. ഇനി അത് കൂടുതൽ കൊളാക്കണ്ട. ഇതിങ്ങനെ തന്നെയാണ്. എന്നിട്ട് കൊറേ കാലം എടുത്തു. ഈ റെസിപ്പി എവിടെന്നാ കിട്ടിയെന്ന് പറഞ്ഞോ. റെസിപ്പി ആരാണ് പറഞ്ഞെന്ന് അവരോട് പറഞ്ഞേക്കട്ടോ. ഇത് രസമല്ലാണ്, സത്യം പറയാലോ. ഈ ഫുഡ് ഇനി വേസ്റ്റ് ആക്കണ്ടേ, അങ്ങനെ കഴിച്ചോ. ഞാൻ ഒന്ന് കഴിച്ചു, എനിക്ക് മതി, എനിക്ക് ഇഷ്ടമായിട്ട്. അതിപ്പോ വേറെ ടേസ്റ്റാ. കരിഞ്ഞ ടേസ്റ്റായി. എന്നാ രണ്ടാമത്തെ ഏതാന്ന് എങ്ങനെയാ? ഞങ്ങളെ കോളേജിന്റെ സൈഡില് പൂഴിയില് കടല ചൂടാക്കി തരുന്ന ഒരു അപ്പൂപ്പുണ്ട്. ഒരെ കടല ഇതിനെക്കാട്ട് എത്രയോ 100 മടങ്ങ് ബെറ്റർ. 10 റുപ്യ കിട്ടിയ ഇതിപ്പോ എത്ര റുപ്യ കടല തൊളിച്ചതാക്കിയ. ഞാൻ പോണ്. ഇനി എങ്ങാനും ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. ഒന്നും കൂടെ ഞാൻ അതെടുത്ത് കഴിക്കാൻ നോക്കി. എനിക്ക് കഴിച്ചു നോക്കിയപ്പോഴും കുഴപ്പമില്ല എന്നാണ് ഞാൻ തോന്നിയത്. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ശരിക്കും നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ തന്നെ കുറ്റം പറഞ്ഞതല്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ.